ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിംഗ് ആണ്. പ്രൈസിങ് ഡിസിഷനാണ്. പ്രൈസിങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പ്രൈസാണ് അത് മേടിക്കുന്ന വ്യക്തി നമുക്ക് തരേണ്ടത്. സോ ഈ ഡിസിഷൻ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയില്, ബാക്കി എല്ലാവിധ കാര്യങ്ങളും, കമ്പനീൻ്റെ പ്രോഫിറ്റ്, ഇതൊക്കെ ഈ ഒരു പ്രൈസ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. സോ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിങ് ഡിസിഷനാണ്. പ്രൈസിങ് ഡിസിഷൻ എന്ന് വെച്ചാൽ പ്രൈസ് ഈസ് എ മണി യു പേ ഫോർ എനി പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രൈസ് എന്ന് വെച്ചാൽ ഒരു മണി ആണ്, അതായത് കാശായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് ബിസിനസ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് കറക്റ്റായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അതാണ് നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ രണ്ടാമത്തേത് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. ഈ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിലുള്ള നമ്മുടെ ഷെയർ. അതായത് ആൾക്കാർ ഈ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് തീരുമാനിക്കണം. ഹൈ പ്രൈസ് ആണെങ്കിലും ആൾക്കാർ മേടിക്കില്ല, വളരെ ലോ പ്രൈസ് ആണെങ്കിലും ആൾക്കാർ മേടിക്കില്ല. ഹൈ പ്രൈസ് ആകുമ്പോൾ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ലോ പ്രൈസ് ആണെങ്കിൽ എന്താ വിചാരിക്കുക, ഇത് വളരെ ചീപ്പ് പ്രൊഡക്റ്റ് ആണെന്നാണ് വിചാരിക്കുക. സോ ഒരു ബെസ്റ്റ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇതിനടുത്തത് ടു അച്ചീവ് എ ഡിസൈർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ചിലവാക്കുന്നത് അതിന് എത്ര രൂപ നമുക്ക് റിട്ടേൺ കിട്ടണം, അങ്ങനെ ഒരു ചിന്ത കൂടി ബിസിനസ്സിന് ഉണ്ടാവണം പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. അടുത്തത് ടു മീറ്റ് ഓർ പ്രിവെൻറ്റ് കോമ്പറ്റീഷൻ. നമ്മൾ നമ്മുടെ ലാഭം മാത്രം നോക്കിക്കൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യരുത്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ റേഞ്ച് എന്താണോ അതിനെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസ്, അതായത് പ്രൊഡക്റ്റിന് ഇന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്രൈസ് തീരുമാനിക്കണം. ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയ പ്രൈസ് തീരുമാനിച്ചു, നമുക്ക് നഷ്ടമാണ്, കുറേ സെയിലുണ്ടെങ്കിലും നഷ്ടമാണ്. പിന്നീട് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ കുത്തനെ കൂട്ടാം എന്നുള്ള ചിന്തയിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രൈസ് തീരുമാനിക്കരുത്. ഇന്നും ഇതേ പ്രൈസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് വേണം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ. അതായത് റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടി അതായത് നമുക്ക് ഈ പ്രൈസ് ഫിക്സ് ചെയ്തതാണ് നമ്മുടെ വരുമാനം. സോ അതിന് നമുക്ക് എടുത്തു വെച്ച് ഈ പ്രൊഡക്റ്റിന് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാർക്ക് വേണം നമ്മൾ, അതായത് ബിസിനസ്സിന് വേണം എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ ഫൈനൽ വൺ ടു ബിൽഡ് ഇമേജ് ആൻഡ് എൻഹാൻസ് ഗുഡ് വിൽ. അതാ പറഞ്ഞത്, ആൾക്കാരുടെ ഇടയിൽ വില കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് വേണം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്ങിൽ പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രൈസിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ. അതിൽ നമുക്കൊരു ഗ്രാഫ് കാണുന്നുണ്ട്, ഒരു സർക്കിൾ, 3 സർക്കിൾസ് ഉണ്ട്. അതിൽ മിഡിലുള്ളത് പ്രൈസിങ് ആണ്. ഈ പ്രൈസിങ് ഡിസിഷനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. തൊട്ടടുത്തിട്ടുള്ള ആ സർക്കിളിൽ കാണുന്ന കോസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിംഗ് മിക്സ്, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. അതായത് ബിസിനസ് ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് അത്. ദെൻ പുറത്ത് കാണുന്ന ആ ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഇക്കണോമിക് കണ്ടീഷൻ, ഇതൊക്കെ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്, അഥവാ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. ഇത് നോക്കിയിട്ട് വേണം അവർ പ്രൈസ് തീരുമാനിക്കാൻ. അതിൽ ഫസ്റ്റ് വൺ കോസ്റ്റ്. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ചിലവ് എത്രയാണോ അത് മൊത്തം കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് തീരുമാനിക്കാൻ. ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു 2 രൂപ വന്നത് ബിസിനസ്സിന് വെച്ചാൽ മിനിമം എന്ത് ചെയ്യണം, ആ 2 രൂപ കിട്ടാനുള്ള ചാർജ് എന്ത് ചെയ്യണം, ആൾക്കാരുടെ ഇടയിൽ ഫിക്സ് ചെയ്യണം. ഇനി ആ 2 രൂപ മാത്രമല്ല പ്ലസ് പ്രോഫിറ്റും കൂടി ചാർജ് ചെയ്തിട്ടാണ് നോർമലി പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇതിൽ നോക്കേണ്ടത് എന്താ വെച്ചാൽ എത്ര രൂപയാണോ നമുക്ക് ചിലവ് വന്നത് ആ ചിലവ് വന്ന എമൗണ്ട് എന്ത് ചെയ്യാൻ നോക്കണം, കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രൈസ് തീരുമാനിക്കാൻ. അടുത്തത് ഒബ്ജക്റ്റീവ്. അതായത് ബിസിനസ്സിന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ചില ബിസിനസ്സിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും, ചിലവർക്ക് എന്ത് ഉണ്ടാവും, സെയിൽസ് കൂട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിന് അനുയോജ്യമായ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പ്രൈസ് തീരുമാനിക്കാൻ. അതാണ് സെക്കൻഡ് വൺ പറയുന്നത്. ദെൻ അടുത്തത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. അതായത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് റെഫേഴ്സ് ടു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ്സ് ഓർ മെക്കാനിസം ഫോർ ഡിസിഷൻ.
making and its implementation. Overall pricing strategy is determined by the top executives. അഥവാ പ്രൈസിങ്ങിന് കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജി തീരുമാനിക്കാൻ. അതായത് ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും പ്രൈസിങ്ങിന്. തുടക്കത്തിൽ ചെറിയ പ്രൈസ്, പിന്നെ കുറേ ഹൈ പ്രൈസ്, അതല്ലെങ്കിൽ തുടക്കത്തിൽ ഹൈ പ്രൈസ് പിന്നീട് കുറച്ച് കൊണ്ടുവരാം. എന്താണോ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി അതിനെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസിങ് ഡിസിഷൻ വേണം നമ്മളെടുക്കാൻ. അടുത്തത് മാർക്കറ്റിംഗ് മിക്സ് അഥവാ പ്രൈസ്, പ്രൊഡക്ഷൻ, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഈ 4 കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അതായത് നമ്മൾക്ക് ഒരേ സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയും കൂടി നോക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് അതിന് പകരം വേറെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രൈസ് തീരുമാനിക്കാൻ. അതാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതിനടുത്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റിന് എത്ര കാലാവധി ഉണ്ട്, ആ കാലാവധിയും കൂടി തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജിൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, അതിനെയൊക്കെ തീരുമാനിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ. ഇതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. ഒന്ന് കോസ്റ്റാണ്, ഒന്ന് ഒബ്ജക്റ്റീവാണ്, ഒന്ന് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സാണ്, അടുത്തത് മാർക്കറ്റിംഗ് മിക്സാണ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ്, ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. ഈ വക കാര്യങ്ങളാണ് ഇൻറ്റേർണലി ഒരു ബിസിനസ്സിലുള്ളത്. ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റും. അതാണ് ഇതിന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കിയിട്ട് വേണം പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ. ഒന്നാമത്തേത് ഡിമാൻഡാണ്. നമ്മുടെ സാധനം വിറ്റ് പോകണം എങ്കിലേ നമുക്ക് ലാഭമുള്ളൂ. ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആൾക്കാർ ഇപ്പോൾ അരിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ചോറ് എല്ലാവർക്കും തിന്നണം. ആ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ ചാർജ് ചെയ്താലും സാധനം എന്ത് ചെയ്യും, ആൾക്കാർ മേടിക്കും. അതല്ലാത്ത വേറെ ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതില്ലെങ്കിലും ആൾക്കാർക്ക് ജീവിക്കാം. സോ അതിന് കൊണ്ടുപോയി ഹൈ ചാർജൊക്കെ വെച്ചാൽ എന്ത് ചെയ്യില്ല, അത് വിറ്റ് പോകാൻ സാധ്യതയില്ല. സോ ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആൾക്കാരത് മേടിക്കണം, നിർബന്ധമായിട്ട് വാങ്ങേണ്ടതാണ്. അവരെ കൺസ്യൂമർ ഗുഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് എന്തായാലും വാങ്ങണം, കാരണം ജീവിക്കണമെങ്കിൽ ആ സാധനങ്ങൾ വേണം. ഇനി അതല്ല, വേണ്ടാത്ത വല്ല കോസ്മെറ്റിക് പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിലും എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും. സോ അതിനനുസരിച്ച് നമ്മൾ പ്രൈസിങ് ഡെസിഷൻ എടുക്കാം. then രണ്ടാമത്തേത് കോമ്പറ്റീഷൻ. നമ്മൾക്കെതിരെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വേണം പ്രൈസ് ഫിക്സ് ആക്കാൻ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അവർ നമ്മളെക്കാൾ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങുമോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഈ പ്രൊഡക്റ്റ് ആൾക്കാരുടെ കയ്യിലെത്താൻ ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിലെത്താം, സീസൺ ടൈമിൽ സാധനം എത്തുന്ന രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈസിങ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ജനറൽ എക്കണോമിക് കണ്ടീഷൻ. ചില സമയത്ത് നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനൊക്കെ ആയിരിക്കും. പണപ്പെരുപ്പം, അതല്ലെങ്കിൽ ബാക്കി എക്കോണമിയിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻസൊക്കെ വരും. ആ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ആൾക്കാരുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവും, ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് എന്നല്ല എല്ലാവരുടെ പ്രൊഡക്റ്റും മേടിക്കും. ആൾക്കാരുടെ കയ്യിൽ കാശ് കുറവാണോ, നമ്മുടെ പ്രൊഡക്റ്റ് അവർ മേടിക്കത്തില്ല. സോ എക്കണോമിക് കണ്ടീഷൻ നമ്മൾ നോക്കണം. ദെൻ ലാസ്റ്റ് വൺ, ഗവൺമെൻറ് പോളിസി. എന്ത് സാധനത്തിനും ഒരു മിനിമം പ്രൈസ് MRP വില ഗവൺമെൻറ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മേലേക്കൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ ചാർജ് ചെയ്യരുത്. ഈ MRP റാൻഡംലി ഗവൺമെൻറ് ചേഞ്ച് ചെയ്യപ്പെടും. സോ അതിനെ പറ്റി നമ്മൾ അപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനനുസരിച്ച് വേണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പ്രൈസിങ് ഡിസിഷൻ്റെ ഫാക്ടേഴ്സ്.